ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അരിയൊന്നും അരയ്ക്കാതെ വളരെ ഈസി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. 1/2 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ റവ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 അല്ലെങ്കിൽ 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പാളയംകോടൻ പഴവും സ്വല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. നെയ്യിലാണ് ഞാനിത് വറുത്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 100 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാനിത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് അരച്ച് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും 1/2 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനായി ഞാനിവിടെ വെളിച്ചെണ്ണയും നെയ്യൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്ത് തയ്യാറാക്കണമെന്നില്ല, എണ്ണയിലാണെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് കുക്കായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഇവിടെ തയ്യാറാക്കാൻ പറ്റും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഉണ്ണിയപ്പവും അല്ലാതെ അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പവും ഒക്കെ ഈ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.